മഹാരാഷ്ട്രയിൽ നടന്നത് EVM അട്ടിമറി. ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസാണ്. വരും തെരഞ്ഞെടുപ്പുകളിൽ EVM വേണ്ടെന്നും ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്നും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരാൻ ഭാരത് ജോഡോ യാത്ര പോലെ രാജ്യവ്യാപകമായ ക്യാമ്പയിനിന് പാർട്ടി നേതൃത്വം കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരണഘടനാ വാർഷിക ദിനത്തിൽ രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവേ കോൺഗ്രസ് അധ്യക്ഷൻ ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വലിയൊരു അട്ടിമറി തന്നെയായിരുന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം വലിയ കുതിച്ചുകയറ്റമാണ് നടത്തിയത്. അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിൽ തിരിമറി നടന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. മഹാരാഷ്ട്രയ്ക്ക് പുറമെ ഹരിയാനയിലും എക്സിറ്റ് പോളുകളെയൊക്കെ ഉല്ലംഘിക്കുന്ന ഒരു പ്രകടനമാണ് അവിടെ NDA കാഴ്ചവെച്ചത്. മഹാരാഷ്ട്രയിൽ BJP ശക്തമായ ഒരു സ്വാധീനമായി മാറി എന്നൊക്കെ സംഘി മാധ്യമങ്ങൾ എഴുതിയെങ്കിലും ഒട്ടൊക്കെ അത്ഭുതമാണ് ആ കാര്യം. കാരണം എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും എല്ലാ സർവേകളും മഹാവികാസ് അഘാടി സഖ്യം അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ പൊളിറ്റിക്സ് കേരള ഏറ്റവും ഒടുവിൽ നടത്തിയ ഇതിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ നോക്കിയാൽ മനസ്സിലാകാം. മഹാവികാസ് അഘാടി സഖ്യം അധികാരത്തിൽ വരാൻ പാടാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിന് കാരണങ്ങളും നിരത്തിയിരുന്നു. കാരണം ഈ EVM മെഷീൻ വലിയൊരു പ്രശ്നമാണ്. EVM മെഷീനിൽ അട്ടിമറി എപ്പോഴും സംഭവിക്കുന്നു എന്നാണ് പൊതുവെ ഉള്ള ഒരു ധാരണ. ആ ധാരണ ശക്തിപ്പെടുത്തുന്ന വിധത്തിലാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന തരിപ്പണമായ NDA മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കുറെ അവിശ്വസനീയമായ കാഴ്ച. ആ അവിശ്വസനീയമായ കാഴ്ചയ്ക്ക് പിറകിൽ EVM അട്ടിമറിയാണെന്ന് ഇപ്പോൾ കോൺഗ്രസ് ശക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അജിത് പവാറിന്റെയൊക്കെ NCP തൂത്തു പറക്കിയാണ് വിജയിച്ചത്. ഷിൻഡയുടെ ശിവസേന വിഭാഗവും വലിയ വിജയമാണ് നേടിയത്. BJP ഏകദേശം കേവല ഭൂരിപക്ഷത്തിനടുത്ത് എത്തിയിരിക്കുന്നു. ഇത് വലിയ ഒരു തിരിച്ചടിയാണ്. ഇത് വലിയൊരു സംശയാസ്പദമായ കാര്യമാണെന്ന്. EVM മെഷീനിൽ അട്ടിമറി നടന്നുവെന്ന് കോൺഗ്രസും ബാക്കി പ്രതിപക്ഷ കക്ഷികളും ആരോപിക്കുമ്പോൾ അതിൽ കുറേയൊക്കെ ശരിയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഹരിയാനയിൽ വലിയൊരു വിജയമാണ് BJP നേടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു വിജയം നേടുക. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വലിയ വ്യത്യാസമില്ലാതെയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും മല്ലികാർജുൻ ഖാർഗെക്ക് ഇപ്പോൾ ബോധം വന്നിരിക്കുന്നു. കോൺഗ്രസ് ദേശീയ വ്യാപകമായി പ്രക്ഷോഭത്തിന് ഒരുങ്ങിയിരിക്കുന്നു. മഹാവികാസ് അഘാടി സഖ്യം മഹാരാഷ്ട്രയിൽ തോറ്റത് കോൺഗ്രസിന് ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല കോൺഗ്രസിന് വലിയ ദയനീയ സിറ്റുവേഷനാണ് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇതാണ് പ്രതിപക്ഷത്തെ ഒന്നാകെ EVM മെഷീനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ബാലറ്റ് പേപ്പർ വീണ്ടും കൊണ്ടുവരണമെന്ന് മല്ലികാർജുൻ ഖാർഗെ പ്രഖ്യാപിക്കുമ്പോൾ അതിന് കുറെ ന്യായങ്ങളുണ്ട്. വെറുതെ അല്ലെന്നേ. സർവേകളും എക്സിറ്റ് പോളും എല്ലാം കോൺഗ്രസിന് അനുകൂലമായിരുന്നു. മഹാവികാസ് അഘാടി സഖ്യത്തിന് അനുകൂലമായിരുന്നു. അവസാന നിമിഷമാണ് ഞങ്ങൾ ആ സർവേ പുറത്തുവിട്ടത്. മഹായുതി സഖ്യം വിജയിക്കും എന്നുള്ള സർവേ. ആ സർവേ പ്രകാരം മഹായുതി സഖ്യം വിജയിച്ചു കയറിയെങ്കിലും ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. ഇങ്ങനെ ഒരു വിജയം നേടാൻ മഹായുതി സഖ്യത്തിന് കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ EVMൽ അട്ടിമറി നടന്നിരിക്കുന്നു. ആ അട്ടിമറി അന്വേഷിക്കാൻ, ആ അട്ടിമറിയെപ്പറ്റി കൂടുതൽ അന്വേഷണങ്ങൾക്കായി കോൺഗ്രസ് ഒരുങ്ങുന്നു. കോടതിയിൽ നിയമ പോരാട്ടം നടത്താൻ ഒരുങ്ങുന്നു. ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്ന് മല്ലികാർജുൻ ഖാർഗെ പറയുന്നു. എല്ലാം കൂടെ മഹാരാഷ്ട്ര രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ്.